മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ.
ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മോഹമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മോഹമായി കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ
കരയല്ലേ പോകുന്നു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കുടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. പോകുന്നു ഞാൻ.
അവളക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും തന്റെ ദാസിയുടെ സംസ്കാര ശുശ്രൂഷ ഭാരതത്തിൽ വെച്ച് പൂർത്തീകരിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും മണികളിലായും സ്തുതിയും ബഹുമാനവും ആരാധനയും എനിക്ക് യോഗ്യമാകുന്നു. പിതാവിനോർക്കും വിശുദ്ധമാരോടുകൂടെ പരിപാലിക്കുന്നവരുമായ വിഷയാകുലാനെ സംഖ്യാതീതമായ നിലകളും മൃഗങ്ങളും മുതലായിരങ്ങളും തിരുമുൻപാകെ പരിഭ്രമിച്ച് വരച്ചുകൊണ്ട് നിർത്തുന്നു. ഗോപന്മാരും സ്ഥിരമാകട്ട് വസിക്കുമ്പോൾ മരണം വീണു പോവുകയും അതാഴ നശിച്ചു പോവുകയും ആദിഭൂതം കഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ചെയ്യുന്നതായ സർവശരീരങ്ങളും ഒരു ആശിക്കപ്പെടുകയും ചെയ്യുന്നു. സ്ഥലത്തിന്റെയും ശിഷ്ടാവും പിതാവും ശക്തികളെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനാ പ്രവർത്തിക്കപ്പെട്ടുള്ളവരെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും ഫലപ്രമേയവും ഭയങ്കരവുമായ സിംഹാസനമുണ്ടാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാര്യമായും അധികമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ ഭയങ്കര സമയത്ത് നിങ്ങളുടെ പ്രത്യാശയോടെ പ്രാപിച്ചിരിക്കുന്ന ഈ നിന്റെ ദാസിയെ നിന്റെ വലത്തുഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. നിന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ഇതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവരിലും വസിക്കുന്നു. അവസാന നാൾ ഞാൻ അവരെ ഉയർത്തി ഏൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായി കൊണ്ട് ചെയ്തിട്ടുള്ള വചനം ഞങ്ങളിലും ഈ നിന്റെ ദാസിയെ നിറവേറ്റുമാറാകണമേ. ഞങ്ങളും ഞങ്ങളുടെ വലയതിലും നിന്റെ വലത്തുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനെ നിന്റെ വിശുദ്ധർ വായിക്കും സ്ത്രീസ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ങ്ങൾക്ക് പരിഹാരവും പാവങ്ങൾക്ക് മൂല്യവും രണ്ട് ലോകങ്ങളും എന്ന് വന്നേക്ക് നാം പ്രാപിക്കുമാറാകട്ടെ. നഗരകവാടം വഴിയായി ഞാൻ പ്രഭുവനികളും ദാസികളും പാടുന്നു. ജനസമേതം ചോദിച്ച് കേടും സുന്ദരരെ ഉണ്ടാകെ സൗന്ദര്യം മരണശേഷം വായിക്കും ഈ സൗന്ദര്യം കാലത്ത് തെളിവാകും സൂര്യന് തുല്യം ഈ സൗന്ദര്യം പാട്ട് കൊടിയന്മേ കനിയുക കനിയുക കർത്താവേ ജീവൻ അതിനെ ബലവാനും മഹാണ്യവാനും ദയാലുമായ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് നീ എടുത്തിരിക്കുന്നതിനാൽ നിന്റെ പ്രാപിച്ചിരിക്കുന്ന ഈ നിന്റെ ദാസിക്ക് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അടച്ചിരിക്കുന്ന
ഈ ധൂപം കൈക്കൊണ്ട് സ്വർഗീയ ജെറുസലേമിൽ മോഹനീയ വാസ്തവത്തെ ആശ്വസിപ്പിക്കണമേ. അവരുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുവൻപാടുള്ള മുഖപ്രസന്നതയ്ക്കൂടെ അറിയാക്കുകയും ചെയ്യണമേ. കന്മഷമകിലും മോദിക്ക ഇവിടെ നിർമായം അവരാകിടും കൽപ്പനോടൊപ്പം ശോഭനമണവരഭൂകേണം സുബഹോല ബോല ബറോവൽ റൂഹോ ഖാദിസോ വിസ്തരണം ചെയ്യുന്നു സുതരം അവരല്ലോ നിൻ കൈകളിൽ അവരെ ഏകം സ്വർഗമഹാരാജ്യം ഞാൻ ദൈവം തിരുനടത്തിടും വിധിയോ കണ്ടിടും ഞാൻ പാർക്കുമോ പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളുവാൻ കഴിയാത്തതായ ഒരു യാഥാർത്ഥ്യമാണ്.
അതുപോലെ അമ്മ ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുമ്പോൾ മറ്റുള്ളവരെ യാത്ര അയക്കുന്ന അനുഭവവുമല്ല. കാരണം ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബന്ധമുള്ളതും ബന്ധം സ്ഥാപിക്കുന്നതും അമ്മയോടാണ്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പിറന്ന ഭൂമിയിലേക്ക് വീഴുന്നവരാണ് നാം എല്ലാവരും. അത് പ്രകൃതിദത്തമായ ഒരു നിയമമാണ്. നമുക്ക് എല്ലാവർക്കുമുള്ള ബന്ധം അമ്മയുടെ പുക്കിൽ കൂടിയാണ്. അതുകൊണ്ട് അമ്മയുടെ വേർപാട് സാധാരണ മറ്റുള്ളവരുടെ വേർപാടിനേക്കാൾ വളരെ വേദന ഉളവാക്കുന്ന ഒന്നാണ്. പൗരസ്ത്യ വീക്ഷണത്തിൽ സഹാവീക്ഷണത്തിൽ മാത്രമല്ല, പൗരസ്ത്യ വീക്ഷണാത്മാവിന്റെ പ്രത്യേകമായ പ്രതീകമാണ്. അമ്മ കുടുംബത്തിന്റെ വിളക്കാണ്, കുടുംബത്തിന്റെ പ്രകാശമാണമ്മ. അതുകൊണ്ട് പ്രകാശം നഷ്ടപ്പെടുന്നു എന്ന ബോധം പ്രിയപ്പെട്ടവരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മക്കളെ സംബന്ധിച്ച് വളരെ വേദന ഉളവാക്കുന്ന ഒരു കാര്യമാണ്. നാം ആലപിക്കുന്ന ഗാനങ്ങളിലും പ്രാർത്ഥനകളിലുമൊക്കെ ഈ യാഥാർത്ഥ്യത്തെ പ്രത്യേകമായിട്ട് എടുത്തു കാണിക്കുന്നുണ്ട്. മരണത്തിന്റെ ദൂതൻ പിറകെ വന്നപ്പോൾ എന്റെ ചുറ്റും കാത്തവരാരും എന്നെ കൂടെ നിന്നില്ല എന്ന് എന്റെ ബന്ധുക്കളെയൊക്കെ കാണുവാൻ അല്പസമയം കൂടി ഞാൻ ചോദിച്ചപ്പോഴേ അവരെനിക്ക് ദൂതനെനിക്ക് അതിനുള്ള അനുവാദം തന്നില്ല എന്നുമൊക്കെ ഗാനമായിട്ട് വാങ്ങിത്തുറന്ന ആളിന് വേണ്ടി ആലപിക്കാറുണ്ട്. മരണത്തിന്റെ സമയത്ത് അതിന്റെ ദൂതൻ വന്ന് ആത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് പോകുമ്പോൾ എന്നെ ഇപ്പോഴേ കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞാൽ കേൾക്കുവാൻ തയ്യാറുള്ള ദൂതനെയല്ല ദൈവം തമ്പുരാൻ അയക്കുന്നത്. ഇത്തരമൊരിക്കൽ നമുക്ക് പ്രയാസമുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കുന്നവരും കർത്താവിന്റെ തിരുശരീരമായ സഭയുടെ അംഗങ്ങളുമാകുന്നുവെങ്കിൽ നമുക്ക് പ്രത്യാശയുടെ വന്നുകൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുവാനുള്ള അവസരമാണ്. ശാരീരികമായി ലൗകികമായി ദുഃഖകരമാകുന്നുവെങ്കിലും ആധ്യാത്മിക അന്തരീക്ഷത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് പ്രത്യാശയും ആധ്യാത്മിക ആനന്ദവും ലഭിക്കുന്നു. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവരിലും വസിക്കുന്നുവെന്ന് കർത്താവായ യേശുക്രിസ്തു തിരുവചനത്തിൽ വിശ്വസിക്കുന്നവരാകുന്നുവെങ്കിൽ യേശുക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളെ അനുഭവിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുന്ന ഈ അമ്മച്ചി ഒരു വിശ്വാസി ആകിയാൽ മരണമില്ലാത്തതായ ഒരവസ്ഥയിലേക്കാണ് പ്രവേശിക്കുന്നത്. നശ്വരതയിൽ നിന്നും അനശ്വരതയിലേക്കുള്ള ഒരു പ്രവേശനമായിട്ട് വേണം ഇതിനെ കാണുവാൻ. കഷ്ടതയിൽ നിന്നും പ്രയാസത്തിൽ നിന്നും മോക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് സന്തോഷത്തിന്റെ അനുഭവമായി, ആധ്യാത്മിക സന്തോഷത്തിന്റെ അനുഭവമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. വാങ്ങിപ്പോകുന്നവരുടെ അവസ്ഥ എന്താ എന്ന് കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് ഭംഗിയായിട്ട് വിവരിക്കുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ച് പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശുക്രിസ്തു ഇരിക്കുന്ന സ്ഥലങ്ങളിൽ മറഞ്ഞിരിക്കുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുടെ ബോധങ്ങളിലും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിൽ ഇരിക്കുന്നു എന്ന് ഏറ്റുചൊല്ലുമ്പോൾ ഇനി മുതൽ ഈ ഭവനത്തിലെ മക്കൾക്ക് വളരെ സന്തോഷത്തോടുകൂടി ആ സമയത്ത് ഓർക്കുവാൻ ഒരു കാര്യമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചി പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് മശിഹാതനായിരിക്കുന്ന ഇടമായ മഹോദരങ്ങളിൽ സർവവിശുദ്ധരോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. അതിൽ അമ്മച്ചി ആനന്ദം കൊള്ളുന്നു എന്നതായ പ്രധാനപ്പെട്ട കാര്യം. അമ്മച്ചിയെ സംബന്ധിച്ച് പറയുമ്പോൾ സന്തോഷത്തോടെ ദൈവസ്ഥാനത്തിലേക്ക് പോകുവാനുള്ള എല്ലാ അവകാശവും അനുവാദവും ഉള്ള ഒരാളാണ്. കടന്നു പോകുമ്പോൾ യാത്രയക്കുന്ന സമയത്ത് പാടാറുണ്ട്, വത്സലരെ ദൂരത്ത് എന്ത് നിൽക്കുന്നു, നിങ്ങൾ അരികെ വന്ന് എനിക്ക് ശ്ലോമോ നൽകുകയും എന്ന് പാട്ടുപാടാറുണ്ട്. ഞാൻ പോകുന്നു, എന്റെ കണക്കെല്ലാം എന്നെ വീട്ടോന്റെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നതിന് വേണ്ടി പോവുകയാണെന്ന് പറയുമ്പോൾ ഈ അമ്മച്ചിയുടെ മക്കളാണ് അമ്മച്ചിയുടെ കണക്കുകൾ. നല്ല മക്കളെ ഈ ഭൂമിയിലാക്കി പരിപാലിക്കുവാനായിട്ട് സാധിച്ച ഒരു അമ്മച്ചിയാണ്. പ്രത്യേകിച്ച് ഒരു പ്രിയപ്പെട്ട നയനെ വൈദിക പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനും അതുമൂലം ഈ അമ്മച്ചിക്കും സമൂഹത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനുള്ള അവസരം ഒരുക്കിയ ഒരു അമ്മച്ചിയാണ്. അതുകൊണ്ട് ദൈവത്തിന് തന്നെ കണക്ക് ബോധിപ്പിക്കാനായിട്ട് കടന്നു ചെല്ലുമ്പോൾ സന്തോഷത്തോടെ കണക്ക് ബോധിപ്പിക്കുവാനുള്ള അവസരവും അതിനുള്ള അനുവാദവും യോഗ്യതയും
ഈ അമ്മച്ചിക്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മരണമേ നിന്റെ ദേഹം എവിടെ, മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് കർത്താവായ യേശുക്രിസ്തു മരണത്തെ നോക്കി പറഞ്ഞതായിട്ട് പരിശുദ്ധനായ പൗലോസ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ധൈര്യത്തോടെ മരണത്തെ നോക്കി ചിരിക്കുവാനും മരണത്തെ തോൽപ്പിക്കുവാനും സാധ്യമായ വിധത്തിൽ ജീവിതം നയിച്ച് മക്കളെയും കൊച്ചുമക്കളെയൊക്കെ ദൈവസത്തിൽ പരിപാലിപ്പിച്ച് പ്രത്യേകിച്ച് ഒരു മകനെ വിശുദ്ധ മതഹായിയിൽ ദൈവത്തിന്റെ സിംഹാസനം മുമ്പാകെ നിന്നുകൊണ്ട് വെടിയെടുപ്പിക്കുവാനുള്ള ഒരുക്കി കടന്നു പോകുമ്പോൾ സൗഭാഗ്യത്തിന്റെ അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ആശ്വസിക്കാം, പ്രത്യാശ വെക്കാം, ആധ്യാത്മിക സന്തോഷം അനുഭവിക്കാം. ഏറ്റവും അവസാനമായ ഒരു കാര്യമുള്ളത്, ഒരിക്കൽ നമ്മളെല്ലാവരും ഇതേ നിലയിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു പോകേണ്ടവരാണ്. ദൈവം നമ്മെ വിളിക്കുമ്പോൾ നാം പോയിരിക്കണം. അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഭൂമിയിൽ നാം ആയിരിക്കുന്ന നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നല്ലതുപോലെ ഒരുങ്ങി മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുവാനും ആ തീരുമാനത്തിന് ശക്തി ഉണ്ടാകുവാനുള്ള ഒരു സമയം കൂടി ആയിട്ട് ഈ അമ്മച്ചിയുടെ വേർപാടിനെ കാണുന്നു. ഈ അമ്മച്ചിയുടെ വേർപാട് നമ്മെയൊക്കെ പഠിപ്പിക്കുന്ന പാഠം അതാണ്. നാം എത്ര നാൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുവോ അത്രയും കാലം ഭംഗിയോടെ ദൈവത്തിന്റെ സൃഷ്ടിക്കും ഗുണകരമായ രീതിയിൽ ജീവിച്ച് സന്തോഷത്തോടെ ദൈവസ്ഥയിലേക്ക് പോകുവാനുള്ള ഒരു പ്രത്യേകമായ ഉത്തരവാദിത്വത്തെ ഇവിടെ ഓർപ്പിക്കുകയാണ്. കൂടാതെ ദൈവസന്നിധിയിലേക്ക് പോയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ ഓർത്ത് ദൈവസന്നിധിയിൽ അഭ്യാസന കഴിക്കുവാനുള്ള നമ്മുടെ ഉത്തരവാദിത്വം ഓർക്കുന്നു. എന്നുവെച്ചാൽ ഇപ്പം കൊച്ചു ജോൺസൺ അച്ഛനോടും മറ്റു സഹോദരങ്ങളോടൊക്കെ പലതൊരു കാര്യം, എന്റെ മക്കളെ, നിങ്ങൾ എന്നെ യാത്ര അയക്കുമ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എനിക്ക് വേണ്ടി നിങ്ങൾ ദൈവസന്നിധിയിൽ അഭ്യാസന കഴിക്കണം. ഞാനും കർത്താവിനോട് ചേർന്ന് നിന്നോട് വിശുദ്ധന്മാരോട് ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. ഈ പരസ്പരമുള്ള പ്രാർത്ഥനയുടെ ഐക്യത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ജീവിതക്രമം ഇനി അമ്മച്ചി ആവശ്യപ്പെടണം. നമുക്ക് ദൈവത്തോട് അമ്മച്ചി വേണ്ടി പ്രാർത്ഥിക്കാം. വേർപാടിൽ പ്രയാസത്തിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും സ്വർഗത്തിൽ നിന്ന് ദൈവം നന്ദിരാൻ തന്റെ വലതുകൃതി ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ആശ്വാസം നൽകട്ടെ എന്ന പ്രാർത്ഥനയെ കൂടി ഈ അമ്മച്ചിയെ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും മടിയിൽ പാർപ്പിക്കട്ടെ എന്ന പ്രത്യാശ കൂടി ഞാൻ എന്റെ മനത്ത് നിർവഹിക്കുന്നു. നന്ദി, നമസ്കാരം. ശരീരം ഇളമാണ് സെന്റ് തോമസ് ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ആദ്യം ഗായക സംഘം, കുടി രണ്ടു വരിയായി സ്ത്രീ പുരുഷന വൈദിക ശ്രേഷ്ഠർ, ഏറ്റവും പിന്നിലായി മൃതശരീരം. ഇങ്ങനെയാണ് വിലാപയാത്രയുടെ ക്രമീകരണം. ഈ ഭവനത്തിന്റെ വളരെ സമീപത്തായിട്ട് തന്നെയാണ് വിശുദ്ധ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം മെത്രാസനാധിപൻ അഭിനയ മാത്യൂസ് മാർട്ടിപ്പാനോസിസ് മെത്രാപ്പൊലീത്ത ദേവനസുകൊണ്ട് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. ഇപ്പോൾ ധൂപപ്രാർത്ഥന ആരംഭിക്കുന്നു. ദൈവം Bye.
ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ സമാപിച്ചിരിക്കുകയാണ്. സ്നേഹ ചുംബനത്തിനുള്ള അവസരമാണ്. ഈ പ്രിയപ്പെട്ട ഭവനത്തെ സ്നേഹിച്ച മാതാവ്, നമ്മയൊക്കെ വാത്സലിച്ച മാതാവ് ഈ താൽക്കാലിക ഭവനത്തോട് യാത്രയാവുകയാണ്. സ്വകീയമായ നിത്യമായ ഭവനത്തെ ലക്ഷ്യമാക്കി ഈ ഭൗതിക ജീവിതത്തിൽ നിന്നും യാത്രയാകുന്നു. പ്രിയപ്പെട്ട മാതാവിന് സ്നേഹവാത്സല്യങ്ങൾ നമുക്ക് പകരാം. പ്രിയപ്പെട്ട മക്കള് ഇപ്പോഴും ഈ മാതാവിന്റെ മൃതശരീരത്തിന് സ്നേഹചുംബനം സമർപ്പിക്കുകയാണ്. വത്സലരേ ദൂര എന്തിനു നിൽക്കുന്നു, അരികിൽ വരിൻ സോമോ തരുവിൻ, പ്രാർത്ഥിച്ചിടുവിൻ. സങ്കട കീർത്തനമെൻ പേർക്കായി പാടിടുവിൻ. മൃതിപാതാള കവാടത്തിൽ ബന്ധിച്ചെന്നെ. ശുഭം വാണിടുവിൻ. ലോകമയന്മാർക്കില്ല ഗുണം കാലം മൂലം. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം
വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ല തെല്ലുമേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ ഉദ്ധിതനായ മിശിഹാ തമ്പുരാൻ അരുൾ ചെയ്തു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശം ഉണ്ട്.
സിംഹാസനത്തിൽ നിന്ന് ഞാൻ ഒരു ശബ്ദം കേട്ടു. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചുകളയും. ഇനി മരണമുണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുൾ ചെയ്തു. ഭീകരമാം വിധിയോടതിവേദനയും നരകവുമേ കരുതേ നാദാദാസി. അനുശോചിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായി എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ വസനത്തിൽ സമർപ്പിക്കുകയാണ്. ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കും. കൊല്ലം വൃദ്ധാശ്രമത്തിലെ അഭിനയ ഇളമാട് സെന്റ് തോമസ് ഓർത്തഡോക്സ് ദേവാലയയുടെ ദേവാലയത്തിലെ അനുശോചനം അറിയിച്ചുകൊണ്ട് ഇതിനുള്ള ട്രസ്റ്റി ജി കോശി മൃതശരീരത്തില് ഇപ്പോഴും ദീർഘ സമർപ്പിക്കുന്നതാണ്. അഭ്യുന്നയ തിരുവനന്തപുരം ദേവാലയത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അനുശോചനങ്ങൾ അറിയിക്കുവാനായിട്ടുള്ള അവസരമാണ്. നാലാഞ്ചിറ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിക്ക് വേണ്ടി ഈ ബഹുമാനപ്പെട്ട അനിൽ ജോണച്ചന് ഇപ്പോഴും അന്നുതന്നെയ തിരുമേനി രാജദോട് അച്ഛൻ, തിരുവനന്തപുരം ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട ദേവി തോമസ് അച്ഛൻ, ബഹുമാനപ്പെട്ട തുഞ്ചക്കോണച്ചൻ, ജോൺസൺ തുഞ്ചക്കോണം അച്ഛന്റെ പ്രിയ മാതാവിന്റെ ഏർപ്പാടിൽ ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ആ പ്രിയ മാതാവിന്റെ ഈ സമയം ബഹുമാനപ്പെട്ട ജോൺസൺ തുഞ്ചക്കോണം അച്ഛൻ എന്നുള്ളത് മനുഷ്യ സൃഷ്ടിയായ നാം എല്ലാവരുടെയും ആ കടമ ആണ് എന്ന് മനസ്സിലാക്കുവാനും ഈ സമയം നമുക്ക് കഴിയണം. ഈ സമയം നാലാഞ്ചിറ സെന്റ് മേരീസ് ഇടവക അംഗങ്ങൾ എല്ലാവർക്കും ഉള്ള അനുശോചനം ഈ സമയം അറിയിക്കുകയാണ്. എല്ലാ ബഹുമാനപ്പെട്ട അച്ഛൻ ഇപ്പോൾ ആ ഇടവകർപ്പിക്കുന്നു എല്ലാ ആരാധനകളും അർപ്പിച്ചുകൊണ്ട് നമുക്ക് വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. ഈ അവസരത്തിൽ മാതാവിന്റെ ധർമ്മങ്ങൾ അനുശോചനം ഈ കുടുംബം വൈദ്യമായിട്ട് വളരെ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബമാണ്. ബഹുമാനപ്പെട്ട ലോക്സഭത്തിന് ഒരു യൂണിയൻ വൈകിയുടെ പ്രസിഡന്റായി തുടർന്ന് വൈദ്യയുടെ ഒരു സജീവ പ്രവർത്തനായി നിരവധി വർഷങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വേദി കുഞ്ഞുമാസാണ് ഇപ്പോഴും വൈദ്യയുടെ ഒരു സജീവ പ്രവർത്തനം നമ്മുടെ ഒരു ഉപദേശമാണ്. അവരുടെ വലിയ പ്രധാനമായ വളരെ അഭേദ്യമായ ബന്ധമുള്ള ഒരു കുടുംബമാണ് ഈ മാതാവ് കുടുംബവും ചെയ്തിട്ടുള്ള എല്ലാ നമ്മളുടെയും നമ്മളോട് ഓർക്കും മാതാവിന്റെ വേർപാട് നമുക്കെല്ലാം അനുശോചനവും അറിയിക്കും മാതാവിന്റെ അനുസരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഓർത്തഡോക്സ് ദേവാലയത്തിന് വേണ്ടി ശ്രീ ബാബു അലക്സാണ്ടർ അനുശോചനം അറിയിക്കുകയാണ്. സ്റ്റേഷനിൽ വികസനത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സഹോദരി സഹോദരിമാരെ വേർപാട് ദുഃഖമുളവാകുന്ന സമയമാണെങ്കിലും പ്രത്യാശയുടെ അനുഭവമാണെന്ന് ബഹുമാനപ്പെട്ട പണിക്കരെ സമർപ്പിക്കുകയുണ്ടായി. തീർച്ചയായും പുത്രസഭയിലേക്ക് ചേർക്കപ്പെടുവാൻ ഭാഗ്യം ഈ മാതാവിനെ ആസ്വദിച്ചിരിക്കുകയാണ്. തനിക്ക് ജന്മം കൊടുക്കുവാൻ കഴിഞ്ഞ ഒരു പൈതലിനെ ദൈവീയ ശുശ്രൂഷയ്ക്ക് പ്രദാനം ചെയ്തതിലൂടെ ബഹുമാനപ്പെട്ട അച്ഛനടയ്ക്കുന്ന എല്ലാ കുർബാനകളിലും മാതാപിതാക്കളെ സ്മരിച്ചുകൊണ്ട് മാത്രമാണ് കുർബാന പൂർത്തീകരിക്കുന്നത്. അപ്രകാരം ശ്രേഷ്ഠമായ ഒരു അവസ്ഥയിലേക്ക് സഭയ്ക്ക് വേണ്ടി ദൈവീയ രാജ്യമോഹത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ജോൺസനെ നൽകിയെങ്കിൽ ഇന്ന് അച്ഛൻ സേവനമനുഷ്ഠിക്കുന്ന സെന്റ് തോമസ് മൗണ്ട്
സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയുടെ ഒരു അംഗമെന്ന നിലയിലാണ് അനുശോചനം അറിയിക്കുവാൻ വേണ്ടി ഞാൻ നിൽക്കുന്നത്. ദുഃഖം നമുക്ക് ഉളവാകുന്നുവെങ്കിലും നല്ല ഒരു ദൈവിക പദ്ധതിയിലേക്ക് മാതാവിനെ ചേർക്കപ്പെടുവാനായിട്ടാണ് സന്തോഷത്തോടെ ഞാൻ നിങ്ങളും ഇവിടെ കടന്നുകൊണ്ടിരിക്കുന്നത്. ആ സന്തോഷത്തിന്റെ അനുഭവം എല്ലാവരും സമാധാനം എന്ന അനുഭവത്തിനായി പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിട്ട് വേണം. ഇത് ദുഃഖത്തിനല്ല സന്തോഷത്തിനാണ് മതം നൽകുന്നത്. ക്രിസ്തുവിൽ ജയിക്കപ്പെടുന്നതുകൊണ്ട് ആ സന്തോഷത്തിൽ സമാധാനത്തോടെ നമുക്ക് എല്ലാവർക്കും യാത്ര അയക്കുവാൻ ഇടയായിട്ട് വേണം. അച്ഛന് സെന്റ് തോമസ് മൗണ്ട് ഇടവഴിയുടെ വികാരിയും സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മാനേജറും കൂടിയാണ്. കൊച്ചമ്മ അവിടുത്തെ അധ്യാപികയാണ്. എല്ലാ തലങ്ങളിലും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണ് ബഹുമാനപ്പെട്ട അച്ഛനും കൊച്ചമ്മയും അവിടെ അനുഷ്ഠിക്കുന്നത്. എന്റെ കുഞ്ഞുങ്ങളും ആ സ്കൂളിൽ പഠിക്കുന്നു എന്നുള്ളത് അഭിമാനത്തോടെ പറയുവാനായിട്ട് എനിക്ക് കഴിയും. അതുകൊണ്ട് മദ്രാസ് സെന്റ് തോമസ് മൗണ്ട് ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അനുശോചനം അറിയിക്കുവാനായിട്ട് എന്നെ വിളിച്ച് അറിയിച്ചനുസരിച്ച് ഞാൻ കടന്നുവരികയാണുണ്ടായത്. ഈ ദുഃഖത്തിന് പങ്കുചേരുന്ന ബഹുമാനപ്പെട്ട അച്ഛനോട് അച്ഛന്റെ സഹോദരങ്ങളുടെ എല്ലാവരുടെയും കുടുംബാവുടെയും ദുഃഖത്തിൽ പങ്കുചേരുകയും ഉമ്മച്ചിയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ വാക്ക് നമസ്കരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട സ്റ്റീഫൻ കോട്ടുങ്കലോട് അച്ഛൻ അനുശോചനം അറിയിക്കുന്നു. വൈദികരെയും ശ്രേഷ്ഠരായ സഹോദരി സഹോദരന്മാർ, ജോർജ് കമ്മീഷി എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സ്വന്തം അമ്മയാണ്. 6 വർഷക്കാലം ഇവിടെ ദൈവശുശ്രൂഷ ചെയ്യുന്ന സമയത്തെല്ലാം പ്രതികൂലങ്ങളുടെ ദൈവമായ യോസഫിന്റെ സ്ഥാനത്ത് എന്നെ നിർത്തി വാത്സല്യത്തോടെ സ്നേഹവും കരുതലും നൽകി ഈ അമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വളർന്നു വന്ന ഒരു കാലഘട്ടത്തിലേക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വൈദിക ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളുടെ പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അമ്മയുടെ വാത്സല്യവും കരുതലും നൽകി എന്നെ പോറ്റി വളർത്തിയ ആ അനുഭവങ്ങളൊക്കെ എനിക്ക് ഒരിക്കലും മറക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഈ അമ്മ ഒരു ഭാഗ്യപ്പെട്ട മരണമാണ് കടന്നുപോയിരിക്കുന്നത് എന്നുള്ളതിന് എനിക്ക് സംശയമില്ല. ഈ ഓണത്തിനും ഈ അമ്മയുടെ അടുത്തേക്ക് വരാനായിട്ട് എനിക്ക് സാധിച്ചു. പ്രാപിക്കുവാനും സാധിച്ചത് ഏറ്റവും ഒരു ഭാഗ്യമായി ഞാൻ കാണുകയാണ്. ഇത്തരത്തിലുള്ള അമ്മമാരെ നമുക്ക് ലഭിക്കുന്നത് ഭാഗ്യത്തിന്റെ അനുഭവങ്ങളാണ്. നമ്മളൊക്കെ ഭാഗ്യമുള്ളവരാണ് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. രോഗി ലേഖനം സ്വീകരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കുവാനും സന്തോഷിക്കുവാനും ഇടവരുത്തുന്നു. മലങ്കര കത്തോലിക്ക സഭയിലെ വൈദികൻ എന്ന നിലയ്ക്ക് എന്നെ മാറ്റി നിർത്തി കാണുകയില്ല, മറിച്ച് എന്റെ കുടുംബത്തിലെ അംഗമെന്ന നിലയ്ക്ക് എന്നോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് നൽകിയ എല്ലാ പ്രോത്സാഹനങ്ങൾക്കും കരുതലിനും ഈ അമ്മയ്ക്ക് ഞാൻ 1000 നന്ദി അറിയിക്കുകയാണ്. അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് തണുത്തുറഞ്ഞ ചിന്തകളല്ല ഈ അമ്മയെ കുറിച്ച് വരുന്നത്, മറിച്ച് ഊർജ്ജസ്വലമായ അനുഭവങ്ങളാണ്. തുടർന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നോസരിച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഞാൻ വൈദികർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുവാൻ ഈ അമ്മയുടെ സ്വർഗീയ മധ്യസ്ഥതയ്ക്ക് കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നമ്മളെക്കാളും എന്റെ കണ്ണുകൾ കണ്ടിട്ടില്ലാത്തതും കാതുകൾ കേട്ടിട്ടില്ലാത്തതും ഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ സ്വർഗീയ ഭവനത്തിലേക്ക് അമ്മ യാത്രയായിരിക്കുന്നു. നമ്മളെ ഈ മാടി വിളിച്ചുകൊണ്ട് ആ അനുഭവത്തിന്റെ സ്വർഗീയ അനുഭവത്തിലേക്ക് നമുക്ക് തുടർന്ന് യാത്ര ചെയ്യാം. ശാരീരികമായി വേദനിക്കുന്ന, ഭൗതികമായി വേദനിക്കുന്ന മനസ്സുകൾക്ക് പരിശുദ്ധാത്മാവ് ആശ്വാസം നൽകട്ടെ എന്ന് മാത്രമാണ് നമ്മുടെ പ്രാർത്ഥന. നമ്മൾ ശാരീരികമായി ബന്ധപ്പെട്ട പ്രിയപ്പെട്ട അമ്മച്ചിയുടെ വേർപാടിൽ അതുപോലെ മദ്രാസ് അയോധ്യയിലുള്ള കൃത്യമാണ് പ്രത്യേകപ്പെട്ടത്. മാതാപിതാക്കളുടെ ഉത്തമ സമ്പത്തുണ്ടായ മക്കളാണ്. ഈ അമ്മച്ചിയെ പറ്റി ചിന്തിക്കുമ്പോൾ തീർച്ചയായും പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട എന്റെ ഗുണവശം ഈ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കാത്തപ്പോഴും എപ്പോഴും സജീവമായി നമ്മളൊപ്പമുണ്ട് എന്നതാണ് പ്രത്യേക സന്തോഷമുണ്ട്. മക്കളായ മക്കൾക്ക് തീർച്ചയായും മാതാപിതാക്കന്മാരുടെ ഒരുപാട് കർത്താവിന്റെ കരുതലേക്ക് എടുക്കപ്പെട്ടിട്ടുള്ളത് തീർച്ചയായും പ്രത്യേകത്തിന്റെ അനുഭവത്തിൽ സന്തോഷത്തോടുകൂടി യാത്ര ചെയ്യാനാണ് സാധിക്കും. അവസാന ദിവസത്തിന്റെ യുവതി അവസാന
ആ ദിവസത്തിന്റെ അനുഭവത്തിലേക്ക് പ്രത്യാശയോടുകൂടി നമ്മളേവരും നോക്കി പാർപ്പിക്കുന്ന അനുഭവമാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നന്മയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തിന്റെ ഉടമയായി ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി. നല്ല ജീവിതം നയിക്കുന്നവർക്ക് ദൈവം നൽകാൻ വാഗ്ദത്തം ചെയ്യുന്ന ആ നിത്യമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഒരു മരണവീട്ടിൽ ചെല്ലുമ്പോൾ ഒരു സ്കൂളിൽ പോയി നമ്മുടെ പല കാര്യങ്ങൾ പഠിക്കുന്നത് പോലെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള ഒരു അനുഭവത്തിൽ കൂടി നമ്മൾ കടന്നുപോകുന്നതിനുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മളെ ഏൽപ്പിക്കുന്ന ചുമതലകളൊക്കെ ഭംഗിയായി നിർവഹിക്കാമെന്ന് തോന്നും. നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ആ ദൈവത്തിന്റെ പക്കലുള്ള യഥാർത്ഥമായ സമാധാനവും സന്തോഷവും ചുറ്റുപാടത്തോടും ഇടയായിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഈ ആത്മാവിനെ നിദർശനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ഞാൻ സത്യമായി അനുസരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അന്നേരായ വലിയ പ്രശ്നരെ ഈ പ്രിയ മഹാവിന്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ സ്നേഹിതരെ സഹോദരന്മാരെ ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹമുണ്ട്. ഇവിടെ നാം പല ആശ്രയരായ വൈദികരിൽ നിന്നും സ്നേഹിതന്മാരിൽ നിന്ന് കേട്ടതുപോലെ മരണം വേർപാട് ദുഃഖമയമാണ്. ഏത് പ്രായത്തിൽ കടന്നു പോകുന്നു എന്നതിനെ ആശ്രയിച്ചേക്കും ഈ ദുഃഖത്തിന്റെ തീവ്രത കൂടിയോ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ജോൺ ഫ്രൈസിനെ ഓർമ്മിപ്പിച്ചതുപോലെ ഏത് പ്രായത്തിൽ കടന്നുപോയാലും മാതാവിന്റെ വേർപാട് മക്കൾക്ക് നിരത്താനാവാത്ത തീവ്രത ഉളവാക്കുന്ന ഒരു അനുഭവമാണ്. എന്നാൽ ക്രിസ്തുവിൽ പ്രത്യാശയ്ക്ക് മാത്രമാണ് നമുക്ക് കരുണയുമായിട്ടുള്ളത്. ഈ മാതാവ് കഴിഞ്ഞകാല ജീവിതത്തിൽ ധാരാളം സുഖവും സന്തോഷവും ഒക്കെ അനുഭവിച്ചു. ധാരാളം സ്നേഹിതന്മാരെയൊക്കെ പ്രിയപ്പെട്ടവരൊക്കെ കണ്ടെത്തി. ഈ വാർദ്ധക്യത്തിൻ്റെതായ ആരംഭത്തില് രോഗവും വന്നുകൂടി. ഈ രോഗത്തില് നിരാശപ്പെട്ടു പോകാതെ പ്രത്യാശയോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിൽ കഴിഞ്ഞുകൂടുന്നതാണ് എനിക്ക് ഈ മാതാവിൽ കാണുവാനുള്ളതായ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. വിശ്വസിക്കുന്നു ഈ മാതാവ് കൈക്കൊണ്ടതായ വിശുദ്ധ കുർബാനയും അതുപോലെ എല്ലാവിധമായ പ്രതാശകളും അനുഭവിച്ചുകൊണ്ട് ആ പിതാവിനെ എന്റെ സന്നിധിയിലേക്ക് എന്റെ ആത്മാവിനെ എന്റെ തിരുസന്നിധി തൃക്കരങ്ങളിൽ സമാധാനത്തോടെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോകുന്ന ഒരു അനുഭവമാണ് ഈ മാതാവിന് ലഭിച്ചതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ആകെ ദൈവത്തിന്റെ സന്നിധി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഒരാൾ കൂടി ഉണ്ട് എന്നുള്ളതായ പ്രത്യാശയും വിശ്വാസവും നമുക്ക് ധൈര്യവും അതുപോലെ തന്നെ സമാധാനം പകരുന്നു. ഈ മാതാവിന്റെ വേർപാടിന്റെ ലാഭത്തിന്റെ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയ കുടുംബാംഗങ്ങളെ വിശിഷ്യ ബഹുമാനപ്പെട്ട ജോൺസണിനെയും അതുപോലെ ജോൺസൺ കല്യാണത്തിനോടുള്ളതായ പ്രത്യേകമായ അനുശോചനം ഈ കുടുംബത്തെ അറിയിക്കുന്നു. അമിത ഡോക്ടർ ഗൗരിയന്മാർ യുവതിയുടെ നാമത്തിലുള്ളതായ അനുശോചനവും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട അച്ഛന്മാരെയും തനിരായിരിക്കുന്ന ഏവരെയും അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വൈദിക ശേഷനെ പ്രിയമുള്ള മാതാപിതാക്കളെ ഞങ്ങളെ സമർപ്പിച്ചപ്പോൾ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു ദിവസമാകും. എന്റെ കുടുംബത്തിലെ 7ാമത്തെ അംഗമാകുന്നതാണ്. മാറിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു മാസം എനിക്ക് എന്റെ കുഞ്ഞിനോട് തൊട്ടുള്ള കാര്യം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മാസത്തിലൊരിക്കൽ എന്റെ വീട്ടിൽ വരുമായിരുന്നു. വീട്ടിൽ വരുന്ന സമയങ്ങളിലൊക്കെയും യഥാർത്ഥത്തിന് ദൈവികമായിട്ടുള്ള വലിയ കാര്യങ്ങളൊക്കെയും ഞങ്ങൾ പ്രധാനം ചെയ്തുമായിരുന്നു. എന്റെ ഗ്രാമത്തിൽ മരിച്ചിട്ട് ഇന്നത്തേക്ക് 2 വർഷമായതേ ഉള്ളൂ. ഈ 2 വർഷത്തിന് മുമ്പ് വരികയും എന്റെ വീട്ടിൽ വരികയും അമ്മച്ചിയെ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് മാർഗത്തൊക്കെ ആസ്വദിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. മാറി ഞങ്ങളുടെ കുടുംബത്തിന് നല്ല വിളക്കായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നഷ്ടം തന്നെയാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെതായിട്ടുള്ള അനുസ്മരണം ഞങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവത്തിനെ മാറാട്ടെ. സംസ്കാര ശുശ്രൂഷയുടെ 4ാമത്തെ ക്രമം പള്ളിയിൽ വെച്ച് ആരംഭിക്കുന്നു. ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത് കൊല്ലം മെത്രാസനത്തിന്റെ അഭിനയ മാത്യൂസ് മാർ എപ്പിഫാനിയോസ് മെത്രാപ്പൊലീത്ത അഭിനയ തിരുമനസ് ദേവാലയത്തിൽ എഴുന്നള്ളിയിട്ടുണ്ട്. എല്ലാവർക്കും എഴുന്നേൽക്കാം. ശുശ്രൂഷ ആരംഭിക്കുകയാണ്.